ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ 10 വർഷം പഴക്കമുള്ള എൻ്റെ വിമോഡ M100 അത് അവസാനം കേടായി. ഒരു സൈഡ് ഹിയറിംഗ് ഇല്ലാതായി. നല്ല 10 വർഷത്തോളമൊക്കെ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇവരുടെ സെയിങ് തന്നെ ബിൽഡ് ലൈക്ക് എ ടാങ്ക് എന്നാണ്. അതുപോലെ തന്നെ ഞാൻ അത് വിശ്വസിക്കുന്നു. വിമോഡ വളരെ നല്ലൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അവർ ബിൽഡ് ലൈക്ക് എ ടാങ്ക് തന്നെയായിരുന്നു. 10 വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് കണ്ടോ, നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു സർഫസാണ്. ഇപ്പോഴും ഇതിൻ്റെ ഹെഡ് റെസ്റ്റിനോ അതോ അല്ലെങ്കിൽ വേറെ എന്തിനോ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതൊക്കെ ഇപ്പോഴും നല്ല പ്രിസ്റ്റൈൻ കണ്ടീഷനാണ്. പക്ഷേ എൻ്റെ ഇയർ കപ്സ് ഞാൻ 2 തവണ മാറ്റി. ഇത് വിശർപ്പ് കാരണം ഇതിൻ്റെ ഇയർ കപ്സ് ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്, വെയർ ആൻഡ് ടയർ വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു ഇതുമില്ല. പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹിയറിങ് ഇല്ലാതെയായി. അപ്പം ഞാനിപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓഡിയോ ടെക്നിക്കയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓഡിയോ ടെക്നിക്ക എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ്. വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. സൂപ്പർ ക്വാളിറ്റി ഹെഡ്സെറ്റുകളാണ് ഇവർക്കുള്ളത്. അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ATH ആൻഡ് 50H എന്ന് പറയുന്ന ഈ മോഡലാണ് ഞാനിപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് വാങ്ങാൻ കാരണം കുറേ റിസർച്ചിനൊടുവിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്ക് വയർലെസ് വേണ്ടായിരുന്നു. വയർലെസ് എനിക്ക് ആവശ്യമില്ല, കാരണം വയർലെസ് ഇയർഫോൺ ഞാൻ ഡെയിലി യൂസ് ഓഫീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് മെയിൻലി ആവശ്യം PC ഇരിക്കുമ്പോൾ PC എഡിറ്റിങ്ങിനും പിന്നെ അത്യാവശ്യം കോളുകളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനാണ്. ഇത് ഈ ഹെഡ്ഫോണിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഞാൻ ആദ്യം തന്നെ പറയാം. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻ്റഗ്രേറ്റഡ് മൈക്ക് ഇല്ല. ഇൻ്റഗ്രേറ്റഡ് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യും. ഇത് പ്യൂർലി ഫോർ ഓഡിയോ ഫൈൽസ്. ഇത് പ്രൊഡക്ഷന് വേണ്ടി, മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ATH M50H എന്ന് പറയുന്ന ഈ മോഡൽ. ജാനുവരി 2025 മോഡലാണ്. ലേറ്റസ്റ്റ് എഡീഷൻ തന്നെയാണ്. മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ പ്രൊഫഷണൽ മോണിറ്റർ ഹെഡ്ഫോൺസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. 45mm ലാർജ് അപ്പർച്ചർ ഡ്രൈവേഴ്സ് വിത്ത് റയർ എർത്ത് മാഗ്നറ്റ്സ് ആൻഡ് കോപ്പർ ക്ലാഡ് അലുമിനിയം വയർ വോയിസ് കോൾസ്. ഇതൊക്കെ എൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ കോയിൽ കേബിൾ ഉണ്ട്, ലോങ് കേബിൾ, ഷോർട്ട് കേബിൾ ഉണ്ട്, ലോങ് കേബിൾ ഉണ്ട്, കാരി പൗച്ച് ഉണ്ട്. പിന്നെ 3.5mm 5.5mmക്കുള്ള ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ഈ സൈഡിൽ വെറുതെ ഇതിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. നല്ലൊരു ബോക്സാണ്. ഇതിൻ്റെ ബോക്സ് സീൽഡ് അല്ല, ഓപ്പൺ ബോക്സ് ആയിട്ടാണ്, അതായത് സീൽഡില്ലാത്ത ബോക്സാണ് വരുന്നത്. എന്നാലും ഇത് യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ബോക്സിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് വളരെ നല്ല കണ്ടീഷനാണ്. ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് ആസ് യൂഷ്വൽ യൂസർ മാനുവൽ. ഇതിൽ ഒരു ഓക്കെ ലോക്കിംഗ് മെക്കാനിസം ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേബിളിൽ. അറിയാതെ കൈ തട്ടിയിട്ട് കേബിൾ ഡിസ്കണക്റ്റ് ആവാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ യൂഷ്വൽ യൂസർ മാനുവൽ മാറ്റി വയ്ക്കാം. ഓക്കെ, കമ്മിങ് ടു ദ ഹെഡ്സെറ്റ് ഡയറക്റ്റ്ലി. അപ്പോൾ നല്ല ഫീലാണുള്ളത്. നല്ല കുഷ്യനും ഒക്കെ. കുഷ്യൻ മുകളിലുണ്ട്, അടിയിലുണ്ട്. ഈ എഡ്ജിൽ ചെറിയൊരു ഹാർഡ് ഫീലിംഗ് കാണാം. തലയിൽ വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൽക്കാലം ഇത് മാറ്റി വയ്ക്കുക. ഉള്ളിൽ വേറെ എന്തുള്ളതെന്ന് നോക്കാം. ഓക്കെ കാരി പൗച്ച് ഡയറക്റ്റ്ലി. ഇതിൻ്റെ അകത്ത് ഇത് ഷോർട്ട് കേബിൾ. ഇതാണ് മറ്റേ ലോക്കിംഗ് മെക്കാനിസം എന്ന് നേരത്തെ പറഞ്ഞത്. ഇതിനെ കയറ്റിയിട്ട് ഇങ്ങനെ തിരിക്കണം. അപ്പോൾ ഇവിടെ ലോക്കാവും. ഇവിടെ ഒരു നോച്ച് കണ്ടോ. ഇതിനെ ഉള്ളിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് തന്നെ ലോക്കാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഐഡിയ ആണ്. സിമ്പിൾ എൻജിനീയറിങ് ഡിസൈൻ കൊള്ളാം. വേറെ എന്താണ് ഇതിലുള്ളത് നോക്കാം. ഇത് ലോങ് കേബിളാണ്. ലോങ് കേബിളിലും ഈ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. വളരെ നല്ല കാര്യം. ഇത് കോയിൽ കേബിൾ ഞാൻ യൂസ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് അൺബോക്സ് ചെയ്യാം. കോയിൽ കേബിൾ കൊള്ളാം. ഇതും കൊള്ളാം. നല്ല കോയിൽ കേബിൾ ഈ വലിയ ഇത് മാത്രം ആണോ? അല്ല, സാധാ ഇതുണ്ട്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ 3.5mm ജാക്ക്, അല്ലെങ്കിൽ വലിയത്. നല്ലൊരു ലെതർ പൗച്ചാണ്. നല്ല
വീഗൻ ലെതർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ഇത് ക്യാരി പൗച്ചായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരൊറ്റ മൊബൈലിലും മറ്റേ 3.5mm ജാക്കില്ല, എന്നാലും നമുക്ക് എക്സ്റ്റെൻഡറൊക്കെ USB-C അല്ലെങ്കിൽ ലൈറ്റ്നിങ് കേബിൾ ടു 3.5mm ജാക്കിൻ്റെ അഡാപ്റ്റേഴ്സ് ഉണ്ട്. അത് വൈഡ്ലി അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇനി ഹെഡ്ഫോണിലേക്ക് കിടക്കാം. അപ്പം ഡയറക്റ്റ് 2 സ്മോൾ കവേഴ്സ് ഇയർ കപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അല്ല, പ്ലാസ്റ്റിക്കാണ് മൊത്തം. വിമോയുടെ പോലെ മെറ്റൽ ഫിനിഷിംഗ് ഒന്നല്ല, എന്നാലും നല്ലൊരു സ്റ്റേഡി ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ മടക്കി വയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെ തന്നെ ക്യാരി ചെയ്യാം. വിമോയുടെ പോലെ തന്നെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും. നല്ല ഓപ്ഷനാണ്. പിന്നെ കുറച്ചുകൂടിയും വൈഡർ സ്റ്റേജ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും വലിയ ഇയർ കപ്സ് വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും. കുറച്ചുകൂടിയും തിക്കായിട്ടുള്ള ഇയർ കപ്സ് കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈഡർ സ്റ്റേജ് കിട്ടും. ഓക്കെ, പിന്നെ ഇത് 360 ഡിഗ്രി ടേണല്ല, 180 ഡിഗ്രി ടേണാണ് സ്വിവൽസ്. ഇതും അതുപോലെ തന്നെ. എന്തായാലും നല്ലൊരു സ്റ്റേഡി ബിൽഡുണ്ട്. എൻ്റെ മ്യൂസിക് ക്വാളിറ്റീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ക്വാളിഫൈഡ് അല്ല. അതിനെക്കുറിച്ചുള്ള ധാരാളം വീഡിയോസ് വെസ്റ്റേണേഴ്സ് ചെയ്ത് ഓൺലൈനിലുണ്ട്, എല്ലാവരും ഇപ്പോൾ നോക്കുക. ഇത് മ്യൂസിക് കേട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വരാം ഗൈസ്, പ്ലീസ് വെയിറ്റ്. അപ്പോൾ ഗൈസ്, ഞാനൊരു 10-15 മിനിറ്റ് മ്യൂസിക് കേട്ടു. ഒന്നും പറയാനില്ല, നിങ്ങൾ അനുഭവിച്ചു തരണം. ഞാനിപ്പോൾ എത്ര നന്നായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കേട്ടാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കേൾക്കണം എന്തായാലും. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, ആമസോൺ പർച്ചേസ് ലിങ്ക്, ഹെഡ്ഫോൺസ് ഓൺ പർച്ചേസ് ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് വാങ്ങുമ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, അതിൽ സൂപ്പർ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് നല്ലൊരു ഓഫറിൽ സാധനം കിട്ടി. നിങ്ങളും നോക്കി നോക്ക്, ആ ഓഫർ ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങാം. ഓക്കെ, ഇതിൻ്റെ മൈക്ക് ഉണ്ട് ആമസോണിൽ. മൈക്ക് ഇതിന് ഈ ഓഡിയോ ടെക്നിക്ക തന്നെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര വിലയാണ്. അത് ഇന്ത്യയിൽ ഇല്ലാത്ത കാരണമാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് കൂടുതലെന്ന് തോന്നുന്നു. യൂഷ്വലി ആ മൈക്കിനൊക്കെ ഒരു 2000 രൂപ 2500 രൂപ മാക്സിമം വരുള്ളൂ. പക്ഷേ അതിലിപ്പോൾ എടുക്കുന്ന പ്രൈസ് വളരെ ഹൈ ആണ്. അത് ഇന്ത്യയിൽ ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ലുക്ക് ഔട്ട് വയ്ക്കുക, എപ്പോഴേലും വരുമ്പോൾ വാങ്ങുക. പിന്നെ ഈ ലോക്കിംഗ് മെക്കാനിസം സൂപ്പറാണ്. ഇതിങ്ങനെ തിരിച്ച് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് വന്നു. ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലോക്ക്ഡായി, പിന്നെ വലിച്ചാൽ കിട്ടില്ല. അത് സൂപ്പർ ഒരു ഫീച്ചറാണ് ഇത്. എന്നിട്ട് ഞാനിതിനെ എണീക്കുമ്പോൾ കൈ ഇങ്ങനെ തട്ടും, അപ്പോൾ ഇതിങ്ങനെ ഊരിപ്പോവും വി മോഡല്. അപ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്ക് ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. ഇവിടെ പൊളിഞ്ഞു പോകുന്ന മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂപ്പർ ഹെഡ്ഫോൺസാണ്, ക്വാളിറ്റി ഒക്കെ കൊള്ളാം. പ്ലാസ്റ്റിക്കാണ്, കുറച്ച് സൂക്ഷിക്കണം. വിമോയുടെ മെറ്റലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് 9 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു, 9-9.5 വർഷത്തോളം. ഇത് എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. മാക്സിമം ഞാൻ യൂസ് ചെയ്യും. ഞാൻ എല്ലാ വർഷവും ഹെഡ്ഫോൺ മാറുന്ന ഒരാളെന്നുള്ള. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വേറെ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഞാൻ എന്തായാലും അൺബോക്സിങ് വീഡിയോ ഇടാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്.